ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ മുൻപേട്ട വീഡിയോയുടെ സെയിം കോസ്റ്റ്യൂമാണ്. നിങ്ങൾക്കറിയാലോ, ഞാനിങ്ങനെ എങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ ജാക്കറ്റ് മസ്റ്റാണെന്ന്, അതുകൊണ്ട് എന്ത് ഉടുപ്പിട്ടാലും കാണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് സ്വീഡനിലെ സ്കാറ്റേ വർക്കിറ്റ്, മൈഗ്രേഷൻസ് വർക്കിറ്റ്, അർബിറ്റ് ഫാമിലിങ്സ് ഉള്ള കാര്യമാണ് കേട്ടോ ഒന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, സ്കാറ്റേ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടാക്സ് ഏജൻസിയാണ് കേട്ടോ. അപ്പോൾ ടാക്സ് ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇനീഷ്യലി ഈ കൺട്രിയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പോപ്പുലേഷനൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഏജൻസിയാണ് സ്കാറ്റേ വർക്ക്. നമ്മൾ സ്കാറ്റേ വർക്ക് ത്രൂ ആണ് നമ്മളെ പിൻ നമ്പറിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പറിന് അപ്ലൈ ചെയ്യുക. അതുപോലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ വന്നിട്ട് നമ്മൾ സ്കാറ്റേ വർക്ക് ആണ് കേട്ടോ. അത് സ്കാറ്റേ വർക്ക് ത്രൂ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇവരാണ് നമുക്ക് പിൻ നമ്പറും അതൊക്കെ ഇഷ്യൂ ചെയ്യുന്നതും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സ്വീഡിഷ് ഐ ഡിക്ക് അപ്ലൈ ചെയ്യുന്നതും സ്കാറ്റേ വർക്കിറ്റ് ത്രൂ തന്നെയാണ്. മൈഗ്രേഷൻസ് വർക്കിറ്റ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇമിഗ്രേഷൻ പാർട്ട്, അങ്ങനെ ഒരു കുറച്ചും കൂടെ വലിയ സംഭവമാണ്. അങ്ങനെ എനിക്ക് പറയാൻ അറിയുള്ളൂ. നമ്മളിവിടേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ നമ്മൾ ചെയ്യുന്നത് വിസ റിന്യൂവല്, വിസയുടെ കാര്യം എന്താ, വിസ റിന്യൂവല്, പുതിയ വിസ അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് സിമ്പിളായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിനൊക്കെ നമ്മൾ മൈഗ്രേഷൻസ് വർക്കിറ്റാണ് പറയുക. അപ്പോൾ നമ്മൾ പറയും, നമ്മളിപ്പോൾ അഡ്രസ്സ് സ്കാറ്റേ, നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യുമെന്ന് വെച്ചോ, അഡ്രസ്സ് മാറി, നമ്മൾ താമസം മാറി. അപ്പം നമ്മൾ സ്കാറ്റേ വർക്കിറ്റിൽ അഡ്രസ്സ് മാറുന്നതിനൊപ്പം തന്നെ നിങ്ങൾ മൈഗ്രേഷൻസ് വർക്കിറ്റിനും കൂടി ഇൻഫോം ചെയ്തിട്ട് മാറാനായിട്ട് നോക്കുക. സ്കാറ്റേ വർക്കിറ്റ് നമുക്ക് ഇപ്പോൾ കണ്ടില്ല, നമ്മൾ താമസിക്കുന്ന ഈ ഒരു വർവാദ സ്റ്റോറി ഒക്കെ കിട്ടുന്ന സ്ഥലത്തുണ്ട്. അങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ സ്കാറ്റേ വർക്കിറ്റ് കാണാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും സ്കാറ്റേ വർക്കിറ്റ്. പക്ഷേ ഈ മൈഗ്രേഷൻസ് വർക്കിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും, എൻ്റെ ഒരു അറിവിൽ ഇതിൻ്റെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഓഫീസസൊക്കെ എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, എനിക്കറിയില്ല, ഫ്രണ്ട് പറഞ്ഞതാണ് ഇതൊരു എല്ലായിടത്തൊന്നും ഉണ്ടാവില്ല, ഒരു മെയിൻ ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാനിവിടെ സ്കാറ്റേ വർക്കിൻ്റെ വെളിയിൽ മൈഗ്രേഷൻ വർക്കിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, അത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പം അത് വിസയുടെ പർപ്പസിനാണ്, വിസ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആണ് മൈഗ്രേഷൻ വർക്കിറ്റ് നമ്മൾ നാട്ടിൽ വരുമ്പോഴൊക്കെ അങ്ങനെയാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കാനൊക്കെ നിങ്ങൾ വൺസ് വിസ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അറബിറ്റ് ഫാമിലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഒരു ഡിഗ്രി PG ഒക്കെ ആയിരുന്ന സമയത്തിന് അച്ഛൻ പറയും അവിടെ പോയി രജിസ്റ്റർ ചെയ്യും, എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കുമെന്നൊക്കെ. അങ്ങനെ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണിത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് നമ്മളെ പ്രൊഫൈലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അവർ ത്രൂ വരുന്ന ജോബിന് അപ്ലൈ ചെയ്ത് ആ ഇൻ്റർവ്യൂസ് ഒരു 5-6 നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചോ. അങ്ങനെയാകുമ്പോൾ ഇവരൊരു പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് മന്ത്ലി തരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതുവരെ ഇൻ്റർവ്യൂ പോലും കിട്ടിയിട്ടില്ല, ഇൻ്റർവ്യൂ പോലും കിട്ടിയില്ല. അപ്പോൾ കിട്ടിയവർക്ക് ചിലപ്പോൾ പൈസ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതെത്രയെന്ന് എനിക്കറിയില്ല. 3000 ക്രോൺസ് പെർ മന്തോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അതും എനിക്കറിയില്ല എത്രയെന്ന്. എൻ്റെ ഒരു കാറ്റഗറി എൻ്റെ ഫ്രണ്ട്സൊന്നും അതറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടെങ്കിലും പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇത് മൂന്നും ഇവിടുത്തെ മെയിനായിട്ടുള്ള വലിയ ഗവൺമെൻറ് ഓഫീസസ് എന്നൊക്കെ പറയില്ലേ, അത്. പിന്നെ ഇവിടെ എല്ലാതും നമ്മളെ പിൻ നമ്പറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം എന്താണ് പിൻ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പിൻ നമ്പറിൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ പറഞ്ഞുതരാം. പിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവില്ലേ, ഇപ്പം ഇയർ, ഇപ്പം എൻ്റെത് 1993 സെപ്റ്റംബർ 1. അപ്പം 1993 0901. പിന്നെ 2 ഡിജിറ്റും കൂടെ ഉണ്ടായിരിക്കും. അത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിൻ നമ്പർ. അത് വെച്ചിട്ടാണ് ഇവർ ആക്സസ് ഫുൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വൺസ് നമുക്ക് ബാങ്ക് ഐ ഡി ആയി കഴിയുമ്പോൾ ബാങ്ക് ഐ ഡിയും പിൻ നമ്പറും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ബാങ്ക് ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഈവൻ ഒരു കൊറിയർ കിട്ടണമെങ്കിൽ പോലും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ വലിയ ഒരു ഫുൾ പിൻ നമ്പറിനെ കണക്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾ വേറെവർ യു ഗോ, നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 വീക്സ് അവർ സമയം പറഞ്ഞു. 2 വീക്സ് തന്നെ എടുത്തവർ അത് ചേഞ്ച് ചെയ്ത് കിട്ടാനായിട്ട്. 2 വീക്സിനുള്ളിൽ എനിക്ക് എൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്കാറ്റേ വർക്കിറ്റിൽ ഇവിടുത്തെ അഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചൊക്കെ സന്തോഷത്തിലാണ്. അപ്പം ഇതാണ് ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകെന്ന് പറയുന്നത്. പക്ഷേ ഇനി 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് എന്നെ ഇവിടെ കാണാൻ പറ്റില്ല. ഇനി ഞാൻ പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാൻ പോവുകയാണ്. പക്ഷെ അത് ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പം എനിക്ക് ഇവിടുത്തെ എടുക്കുന്ന പോലെ അത്ര ഫ്രീഡം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ആ റൂമിൽ തന്നെ ഒതുങ്ങി ആയിരിക്കും, അറിയില്ല. അവരിങ്ങനെയും നമുക്കറിയില്ലല്ലോ.
ഇതുവരെയുള്ള പെരുമാറ്റം നല്ല സ്വഭാവമൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.